നല്ല ഒരു മരത്തിൽ ചീത്തപ്പഴങ്ങൾ ഉണ്ടാവുകയില്ല. ചീത്ത മരത്തിൽ നല്ല പഴങ്ങളും ഉണ്ടാവുന്നില്ല. ഈ മുൾച്ചെടികൾ എന്തെങ്കിലും നിങ്ങൾക്ക് മധുരമുള്ള മുന്തിരിപ്പഴങ്ങൾ തന്നിട്ടുണ്ടോ? തുളച്ചു കയറുന്ന മുള്ളുകളുള്ള ഞെരിഞ്ഞിൽ എന്തെങ്കിലും നിങ്ങൾക്ക് രുചികരമായ അത്തിപ്പഴം തന്നിട്ടുണ്ടോ? ഇല്ല, അവക്കതിന് കഴിയുകയില്ല. മുൾച്ചെടികളിൽ നിന്ന് അതിൻ്റെ ചവർപ്പുള്ള പഴങ്ങളും ഞെരിഞ്ഞലിൽ നിന്ന് തിന്നാൻ കൊള്ളാത്ത പഴങ്ങളും മാത്രമേ ലഭിക്കുകയുള്ളൂ. നീതിമാനല്ലാത്ത മനുഷ്യന് തൻ്റെ ബാഹ്യമോടിയിലൂടെ മറ്റുള്ളവരുടെ ആദരവ് പിടിച്ചു പറ്റാൻ കഴിഞ്ഞേക്കും, അത്രമാത്രം. അതുപോലെയാണ് ഞെരിഞ്ഞിലും. മഞ്ഞുതുള്ളികളാൽ രക്തം പിടിപ്പിച്ച വെള്ളനൂലുകൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണെന്നേ തോന്നും ആ ചെടി കണ്ടാൽ. എന്നാൽ അശ്രദ്ധയോടെ അതിലെങ്ങാനും തൊട്ടുപോയാൽ അതിന് മാർദ്ദവുമില്ലെന്നും അത് മുഴുവൻ വേദനിപ്പിക്കുന്ന മുള്ളുകളാണെന്നും മനുഷ്യരെയും ആടുകളെയും വേദനിപ്പിക്കുന്ന മുള്ളുകൾ നിങ്ങൾ മനസ്സിലാക്കും. ഇടയന്മാർ പുൽമേടുകളിൽ നിന്നും അവയെ തെരഞ്ഞു പിടിച്ച് പിഴുതെടുക്കുകയും വിത്ത് പോലും അവശേഷിക്കാത്ത വിധം കത്തിച്ചു കളയുകയും ചെയ്യുന്നു. നീതിപൂർവവും യുക്തവുമായ നടപടി കള്ളപ്രവാചകന്മാരെയും കപടവിശ്വാസികളെയും കൊന്നുകളയണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ആ ജോലി ദൈവത്തിന് വിടുക എന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അവരുടെ വിഷബാധ ഏൽക്കാതെ അവരിൽ നിന്നും ദൂരെ മാറുക. ദൈവത്തെ സ്നേഹിക്കേണ്ടത് എപ്രകാരമാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അയൽക്കാരനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാനിനി നിങ്ങളോട് പറയാം. ഒരിക്കൽ ഇപ്രകാരം പറയപ്പെട്ടിരുന്നു: നിന്റെ കൂട്ടുകാരനെ നീ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക. അത് ശരിയല്ല. ദൈവത്തിൻ്റെ പുഞ്ചിരി മനുഷ്യന് കാണാൻ കഴിയാതിരുന്ന ഒരു കാലത്ത് അതൊക്കെ കൊള്ളാമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ കാലം വന്നിരിക്കുന്നു. മനുഷ്യനോടുള്ള സ്നേഹ ആധിക്യത്താൽ അവൻ്റെ രക്ഷക്കായി ദൈവം തൻ്റെ വചനത്തെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇപ്പോൾ ആ വചനമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദൈവകൃപയുടെ പ്രവാഹം തന്നെ നടക്കുകയാണ്. പിന്നീട് സമാധാനത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ബലി വചനം പൂർത്തീകരിക്കും. അപ്പോൾ കൃപയുടെ പ്രവാഹം മാത്രമല്ല ഉണ്ടാവുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ആത്മാവിനും കൃപ നൽകപ്പെടും. തന്മൂലം ശത്രുവിനെയും മിത്രത്തെയും ഉൾക്കൊള്ളത്തക്ക വിധം അയൽക്കാരനോടുള്ള നമ്മുടെ സ്നേഹം പൂർണ്ണത പ്രാപിക്കണം. മറ്റുള്ളവർ നിങ്ങളെ അപമാനിച്ചിട്ടുണ്ടോ? സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് പ്രഹരമേൽക്കേണ്ടി വന്നുവോ? സ്നേഹിക്കുക. നിങ്ങളെ പ്രഹരിച്ചവന് മറ്റേ കവിൾത്തടം കൂടി കാണിച്ചു കൊടുക്കുക. പ്രതികാരം ചെയ്യുന്ന മറ്റാരുടെയെങ്കിലും മേൽ എന്നതിനേക്കാൾ നിങ്ങളുടെ മേൽ അയാളുടെ കോപം തീർക്കുന്നതാണ് നല്ലതെന്ന് കരുതുക. നിങ്ങളുടെ വല്ല സാധനവും മോഷ്ടിക്കപ്പെട്ടുവോ? എൻ്റെ ഈ അയൽക്കാരൻ അത്യാഗ്രഹിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിനു പകരം ഔദാര്യപൂർവം ഇപ്രകാരം പറയുക: എൻ്റെ പാവപ്പെട്ട ഈ സഹോദരൻ അത്യാവശ്യക്കാരനാണ്. അയാൾ നിങ്ങളുടെ പുറംകുപ്പായം മോഷ്ടിച്ചുവെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ കുപ്പായം കൂടി കൊടുക്കുക. അങ്ങനെയായാൽ ഒരു കുപ്പായത്തിനു വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി മോഷ്ടിക്കേണ്ടി വരികയില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞേക്കാം: ഇതൊരു ദുസ്വഭാവമാണ്, ആവശ്യം കൊണ്ട് ചെയ്യുന്നതല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ. അത് ക്ഷമിക്കുന്ന പക്ഷം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരികയും ആ ദുഷ്ടന് ശിക്ഷ നൽകുകയും ചെയ്യും. എളിമയെപ്പറ്റി ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾ അയാളോടാണ് പെരുമാറിയ രീതി കണ്ട് അയാൾ തൻ്റെ ഹൃദയത്തിൽ നിന്നും ദുഷ്ടത ഉപേക്ഷിച്ചേക്കാം. അയാൾ പശ്ചാത്തപിച്ച് മോഷണവസ്തുക്കൾ തിരികെ കൊടുത്തെന്നും വരാം. കുറെ കൂടി മാന്യതയുള്ളവർ മോഷ്ടിക്കാൻ തുനിയാതെ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. അങ്ങനെയുള്ളവരോട് ഔദാര്യം കാണിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ധനവാന്മാർ യഥാർത്ഥമായും ആത്മാവിൽ ദരിദ്രന്മാരാണെങ്കിൽ സമൂഹത്തിൽ വേദനാജനകമായ അസമത്വങ്ങൾ ഉണ്ടാവുകയില്ല. ഇത്തരം അസമത്വങ്ങളാണ് മാനുഷികവും അതിമാനുഷികവുമായ ഒട്ടേറെ ദുരന്തങ്ങൾക്ക് കാരണമായി തീരുന്നത്. എനിക്ക് സഹായം ആവശ്യമുള്ളപ്പോൾ അത് നിഷേധിക്കപ്പെട്ടാൽ എനിക്ക് എന്തായിരിക്കും തോന്നുക എന്നെപ്പോഴും ചിന്തിച്ചു നോക്കണം. ഈ ചോദ്യത്തിന് സ്വയം മറുപടി പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക.
നിങ്ങൾ നിങ്ങളോട് പെരുമാറുന്ന അതേ രീതിയിൽ തന്നെ മറ്റുള്ളവരോടും പെരുമാറുക. നിങ്ങളോട് തന്നെ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യരുത്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പഴയ ചൊല്ല് 10 കൽപ്പനകളിൽ പെട്ട ഒന്നല്ല. ദൈവകൃപ നഷ്ടപ്പെട്ട് വെറും മൃഗമായി തീർന്ന മനുഷ്യന് പ്രതികാരത്തിൻ്റെ ഭാഷ മാത്രമേ മനസ്സിലാവൂ എന്നതുകൊണ്ടാണ് അത് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഞാൻ ആ ചൊല്ല് റദ്ദാക്കുന്നു. അതിൻ്റെ സ്ഥാനത്ത് ഈ പുതിയ വചനം ചേർക്കുന്നു: നിങ്ങളെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളെ അപമാനിക്കുന്നവരോട് പക്ഷപാതം കാണിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ സഹായിക്കുക, വഴക്ക് കൂടുന്നവരോട് സമാധാനം കാണിക്കുക, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക, ശല്യമുണ്ടാക്കുന്നവരോട് ഇണങ്ങിപ്പോവുക, നിങ്ങളെ ശരണം പ്രാപിക്കുന്നവർക്ക് അമിതമായ പലിശ വാങ്ങാതെ സഹായം നൽകുക, മറ്റുള്ളവരെ വിമർശിക്കാതിരിക്കുക, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുക. മനുഷ്യരുടെ പ്രവൃത്തികളുടെ പ്രത്യേകമായ കാരണം നിങ്ങൾക്കറിഞ്ഞുകൂടാ. എല്ലാവിധ സഹായങ്ങളും ഔദാര്യത്തോടും കാരുണ്യത്തോടും കൂടി ചെയ്യുക. നിങ്ങൾ എത്രയധികം കൊടുക്കുന്നുവോ അത്രയധികം നിങ്ങൾക്ക് ലഭിക്കും. ഔദാര്യമുള്ളവൻ്റെ മടിയിലേക്ക് ദൈവം ഔദാര്യത്തോടെ ഒഴുക്കിത്തരും. നിങ്ങൾ കൊടുക്കുന്ന അത്രയുമല്ല, അതിലധികമാണ് ദൈവം നിങ്ങൾക്ക് തരിക. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും വേണ്ടി പരിശ്രമിക്കുക. സ്നേഹപൂർവമായ ഒത്തുതീർപ്പുകളേക്കാൾ ഏറെ ചെലവ് വരുന്നതാണ് വഴക്കുകൾ. നല്ല കൃപ തേൻ പോലെയാണ്, അതിൻ്റെ രുചി ഏറെ നാൾ നാവിൽ തങ്ങി നിൽക്കും. സ്നേഹിതന്മാരെയും ശത്രുക്കളെയും സ്നേഹിക്കുക. സ്നേഹിക്കുക, സ്നേഹിക്കുക, അതാണ് നിങ്ങളുടെ പിതാവിനിഷ്ടം. അവിടുന്ന് നല്ലവരുടെ മേലും ചീത്ത ആളുകളുടെ മേലും ഒരുപോലെ മഴ പെയ്യുകയും സൂര്യപ്രകാശം ചൊരിയുകയും ചെയ്യുന്നു. കൊയ്ത്തിൻ്റെ സമയം വരുമ്പോൾ അവൻ ഗോതമ്പ് കളയും വേർതിരിച്ചു കൊള്ളും. നിങ്ങളെ സ്നേഹിക്കുന്നവരെയും നിങ്ങളെ സഹായിക്കുന്നവരെയും മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ പോരാ. അതിൽ ഒരു പ്രത്യേക മഹത്വവുമില്ല. മാന്യന്മാരായ എല്ലാ മനുഷ്യരും സ്വാഭാവികമായി ചെയ്യുന്നത് അങ്ങനെയാണ്. സത്രം നടത്തുന്നവരും പുറംജാതിക്കാർ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കേണ്ടത് ദൈവം നിർദ്ദേശിക്കുന്ന പ്രകാരവും ദൈവത്തോടുള്ള ആദരവ് അനുസരിച്ചുമായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ശത്രുക്കളുടെയും നിങ്ങളോട് ഇഷ്ടമില്ലാത്തവരുടെയും സൃഷ്ടാവ് ദൈവം തന്നെയാണ്. പരിപൂർണമായ സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ ഞാൻ ഇപ്രകാരം പറയുന്നു: സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുവിൻ. അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. നിയമത്തിൻ്റെ പരിപൂർണതയോടുകൂടി നിങ്ങൾ അയൽക്കാരെ സ്നേഹിക്കണം. നിങ്ങൾ കൊല്ലരുത് എന്ന് പഴയപടി ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കൊല്ലുന്നവനെ ജനങ്ങൾ കുറ്റം വിധിച്ചുകൊള്ളും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത് കോപിക്കരുത് എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ഉയർന്ന തലത്തിലുള്ള ഒരു വിധി തങ്ങളുടെ മേൽ വരും. അപ്പോൾ ചെറിയ പ്രവൃത്തികൾ പോലും പരിഗണിക്കപ്പെടും. സഹോദരനെ ഉപദ്രവിക്കുന്നവൻ്റെ മേൽ ദേവാലയത്തിലെ അധികാരികൾ കുറ്റം വിധിക്കും. എന്നാൽ സഹോദരനെ ഒരു ഭ്രാന്തനായി കണക്കാക്കുകയും അതേ തുടർന്ന് അവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവൻ്റെ മേൽ ദൈവം കുറ്റം വിധിക്കും. ആദ്യമായി ദൈവനാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ദുർവികാരങ്ങളെ ബലി കഴിക്കുകയും ഏറ്റവും വിശദമായ ക്ഷമ കൊണ്ട് ഹൃദയം നിറക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ബലിപീഠത്തിൽ നിങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചവസ്തുക്കൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതിനാൽ നിങ്ങൾ ബലി കഴിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ സഹോദരനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ളതായോ അവൻ്റെ തന്നെ കുറ്റം കൊണ്ട് അവനോട് വെറുപ്പ് തോന്നുന്നതായോ അനുഭവപ്പെടുന്നുവെങ്കിൽ നിന്റെ കാഴ്ചവസ്തു ബലിപീഠത്തിൽ വെച്ചിട്ട് ഇറങ്ങിച്ചെന്ന് നിന്റെ സഹോദരനോട് രമ്യതയിലെത്തുക. അങ്ങനെ ആദ്യമായി നിങ്ങളുടെ അഹന്തയെ ബലി കഴിച്ച ശേഷം ബലിപീഠത്തിലെ ബലി നടത്തുമ്പോൾ അത് പരിശുദ്ധമായി തീരും. പൂർണ്ണമായ യോജിപ്പാണ് എപ്പോഴും ഏറ്റവും നല്ലത്. മനുഷ്യൻ്റെ വിധി കൽപ്പന യുക്തിസഹമാകണമെന്നില്ല. എങ്കിലും അതിന് ശക്തിയായി വെല്ലുവിളിക്കുന്നവൻ എതിർകക്ഷിക്ക് അവസാന നാണയം വരെ കൊടുക്കുകയോ ജയിലിൽ പോകുകയോ ചെയ്യേണ്ടി വന്നേക്കാം. എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് തിരിക്കുക.
നിങ്ങൾ സ്വയം ഇപ്രകാരം ചോദിക്കുക: ദൈവം എന്നോട് ചെയ്യാത്തത് ഞാൻ ദൈവത്തോട് ചെയ്യാൻ പാടുണ്ടോ? എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളെപ്പോലെ കഠിനഹൃദയനോ ഒടുങ്ങാത്ത പകയുള്ളവനോ അല്ല. അവിടുന്ന് അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്തു കഷ്ടം! എങ്കിൽ ഒരുത്തൻ പോലും രക്ഷപ്പെടുമായിരുന്നില്ല. ഈ വിചാരം നിങ്ങളെ ശാന്തനും വിനയമുള്ളവനും ദയാലുവും ആക്കട്ടെ. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ലോകത്തിനും പരലോകത്തിലും ദൈവത്തിൻ്റെ സമ്മാനം ലഭിക്കും. ഇതാ, ഇവിടെ എൻ്റെ മുന്നിൽ എന്നെ വെറുക്കുന്ന ഒരാളുണ്ട്. എന്നെ സുഖപ്പെടുത്തുക എന്ന് പറയാൻ അയാൾ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അയാളുടെ വിചാരങ്ങൾ എനിക്കറിയാമെന്ന് അയാൾക്ക് ബോധ്യമുണ്ട്. എങ്കിലും ഞാൻ പറയുന്നു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ. നിന്റെ കണ്ണുകളിൽ നിന്നും പാടകൾ മാറിപ്പോകട്ടെ. അതുപോലെ തന്നെ നിന്റെ ഹൃദയത്തിലെ ദുർവിചാരങ്ങളും അന്ധകാരവും ഇല്ലാതാവട്ടെ. നിങ്ങളെല്ലാവരും സമാധാനത്തോടു കൂടി പോവുക. നാളെ ഞാൻ നിങ്ങളോട് വീണ്ടും സംസാരിക്കാം. ജനങ്ങൾ സാവധാനം പിരിഞ്ഞുപോയി. എന്തെങ്കിലും ഒരു അത്ഭുതത്തിൻ്റെ ബഹളം അവർ പ്രതീക്ഷിച്ചെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈശോയോടൊപ്പമാണ് മലയിൽ തന്നെ നിന്ന അപ്പസ്തോലന്മാരും ആദ്യ ശിഷ്യന്മാരും ഇപ്രകാരം ചോദിച്ചു: അയാൾ ആരാണ്? അയാൾ സുഖം പ്രാപിച്ചില്ലേ? മലയിറങ്ങിപ്പോകുന്ന മനുഷ്യരെ നോക്കി കൂപ്പുകൈയോടെ നോക്കി ഈശോയോടവർ ഇത് ആവർത്തിച്ച് ചോദിച്ചു. ആദ്യമൊന്നും ഈശോ അതിന് മറുപടി പറഞ്ഞില്ല. എങ്കിലും ഒടുവിൽ അവിടുന്ന് പറഞ്ഞു: അവൻ്റെ കണ്ണുകൾ സുഖം പ്രാപിച്ചു, എന്നാൽ ആത്മാവ് സുഖം പ്രാപിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ അവനിൽ വിദ്വേഷം നിറഞ്ഞിരിക്കുന്നു. എന്നാലും അതാരാണ്? ഒരുപക്ഷെ ആ റോമാക്കാരനായിരിക്കും. അല്ല, ഏറ്റവും നീചനായ ഒരു മനുഷ്യനാണ്. അങ്ങനെയെങ്കിൽ അയാളെ അവിടുന്ന് സുഖപ്പെടുത്തിയത് എന്തിനാണ്? പത്രോസ് ചോദിച്ചു. അവനെ പോലെയുള്ള എല്ലാ മനുഷ്യരെയും മിന്നൽ പിള്ളർ കൊണ്ട് ഞാൻ നശിപ്പിച്ചു കളയണമോ? കർത്താവേ, ഞാൻ അതെ എന്ന് ഉത്തരം പറയണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറയുകയുമില്ല. എങ്കിലും എൻ്റെ മനസ്സിലിരിക്കുന്നത് അതുതന്നെയാണ്. യോനായുടെ പുത്രനായ ശിമയോനെ, നീ അതുതന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ ചുറ്റും നിൽക്കുന്ന ചിലരുടെ ഹൃദയങ്ങൾ പോലും വിദ്വേഷത്തിൻ്റെ പാട കൊണ്ട് മൂടിയിരിക്കുകയാണ്. നീ എന്നോടുകൂടി പറയുക, നമുക്ക് മലയുടെ ഉയരത്തിലേക്ക് പോകാം. അവിടെ നിന്നുകൊണ്ട് നമുക്ക് മനോഹരമായ ഗലീലിയ കടൽ കാണാം, നീയും ഞാനും മാത്രം.